ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം നമ്മൾ കാർ എ സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് എ സിക്ക് വളരെ കൂളിംഗ് കുറവാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, പഴയ പോലെ കൂളിംഗ് എങ്ങനെ വരുത്താം എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എ സിയുടെ ഫാൻ മോട്ടർ നമ്മളൊരു 4 സ്പീഡിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇതാണ് എ സിയുടെ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് എ സിയുടെ കംപ്രസർ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ കൂളിംഗ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് എ സി സ്വിച്ച് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ എ സി സ്വിച്ച് പ്രസ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് കംപ്രസർ ഓൺ ആയിട്ടുണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റും. എൻജിൻ്റെ സൗണ്ട് ചെറുതായിട്ട് മാറും. കംപ്രസർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒരല്പം കഴിയുമ്പോൾ തൊട്ടാണ് നമുക്ക് കൂളിംഗ് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഇപ്പം ഒരു ചെറിയൊരു കൂളിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധാരണ ഒരു RAC ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം 16 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ഇത് വളരെ കുറവാണ്. അപ്പം മുൻപ് ഞാൻ ഈ വണ്ടി ഓടിച്ചപ്പോഴും ഇതുപോലെ തന്നെ പ്രശ്നമുണ്ടായിരുന്നു. നല്ല ചൂടുള്ള ദിവസമൊക്കെ നമ്മൾ എ സി ഇട്ട് ഓടിക്കുമ്പോൾ തന്നെ വളരെ കൂളിംഗ് കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എ സിയുടെ കൂളിംഗ് കുറയാനുള്ള പ്രധാന കാരണം ആ സിസ്റ്റത്തിൻ്റെ അകത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഇതിൽ നമ്മൾ റെഫ്രിജറൻ്റ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഉപയോഗിക്കും. ആ റെഫ്രിജറൻ്റ് R134A എന്ന് പറയുന്ന ഒരു ഗ്യാസാണ്. അപ്പോൾ ഈ ഗ്യാസ് നമ്മൾ എ സി സിസ്റ്റത്തിൻ്റെ അകത്ത് ചാർജ് ചെയ്യും. ഈ ഗ്യാസാണ് നമുക്ക് കൂളിംഗ് എഫക്റ്റ് തരുന്നത്. അപ്പോൾ ഇവിടെ ബ്ലോവറിൻ്റെ അകത്തിരിക്കുന്ന ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു കോയിലുണ്ട്. അതിനുള്ളിൽ വെച്ചിട്ട് ഈ റെഫ്രിജറൻ്റ് എന്ന് പറയുന്ന ഗ്യാസ് അത് ലിക്വിഡ് ഫോമിൽ നിന്നും ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോഴാണ് നമുക്ക് കൂളിംഗ് കിട്ടുന്നത്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് അതനുസരിച്ച് കൂളിങ്ങും കുറയും. അപ്പോൾ നമ്മൾ ബോണറ്റ് തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് എ സിയുടെ പാർട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ലൈനിനെ നമ്മൾ സെക്ഷൻ ലൈൻ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ സൈഡ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ലൈൻ വരുന്നത് എ സിയുടെ ബ്ലോവർ യൂണിറ്റിൻ്റെ അകത്ത് ഇവാപ്പറേറ്റർ കോയിൽ നിന്നാണ്. അപ്പോൾ അവിടുന്ന് വരുന്ന ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ഗ്യാസ് വരുന്ന ലൈനായതുകൊണ്ടാണ് ഇതിന് ലോ പ്രഷർ ലൈൻ അഥവാ സക്ഷൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈന് ഇനി കംപ്രസറിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടം തൊട്ട് അത് ഒരു റബ്ബറിൻ്റെ ഹോസായിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തിരിക്കുന്നതാണ് കംപ്രസർ. അതായത് ഈ ലൈൻ ചെന്ന് നിൽക്കുന്ന കംപ്രസറിലാണ്. അപ്പോൾ കംപ്രസർ ലൈൻ വഴി ഗ്യാസിനെ വലിച്ചെടുത്ത് കംപ്രസ് ചെയ്ത് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ഗ്യാസാക്കി നേരെ വിടുന്നത് കണ്ടൻസറിലേക്കാണ്. അപ്പോൾ കണ്ടൻസറിലേക്കുള്ള ലൈന് കാണാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. അത് കണ്ടൻസറിലേക്കാണ്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ കണ്ടൻസർ ഇരിക്കുന്നത്. അപ്പോൾ കണ്ടൻസറിൻ്റെ ഫാനാണ് ഈ കറങ്ങുന്നത്. ഇനി കണ്ടൻസറിൽ നിന്ന് തിരിച്ചു വരുന്ന ഈ ലൈൻ, ഇതിനെയാണ് നമ്മൾ ലിക്വിഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ H എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹൈ പ്രഷർ സൈഡ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു ഗ്ലാസ് കാണാം. ഗ്ലാസിൻ്റെ അകത്തൂടെ ഒരു ഫ്ലൂയിഡ് ഒഴുകുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെഫ്രിജറൻ്റ്. അപ്പോൾ ഇതിനകത്ത് റെഫ്രിജറൻ്റ് അളവ് വളരെ കുറവാണ്. ഇതുണ്ടോ, പതഞ്ഞു പോകുന്ന കാണാം. അപ്പോൾ റെഫ്രിജറൻ്റ് അളവിൻ്റെ കുറവായതുകൊണ്ടാണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരല്പം ഗ്യാസ് കയറ്റി നോക്കാം. അപ്പോൾ ഗ്യാസ് കയറ്റുന്നത് നേരത്തെ പറഞ്ഞു ഈ എന്ന് പറയുന്ന വാൽവിൽ കൂടെയാണ്. അപ്പോൾ നമുക്ക് ഹോസ് ഇതിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിവിടെ ഒരു R134A ക്വിക്ക് കപ്ലർ അല്ലെങ്കിൽ സർവീസ് കപ്ലർ എന്ന് പറയുന്ന ഒരു കപ്ലർ വെച്ചിട്ടാണ് ഇതിലോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കാർ എ സിക്കകത്ത് ചാർജ് ചെയ്യുന്ന ഗ്യാസ്. അപ്പോൾ ഇതിൻ്റെ പേര് HFC R134A എന്നാണ്. ഇതൊരു ഹൈഡ്രോഫ്ലൂറോ കാർബൺ റെഫ്രിജറൻ്റ് ആണ്. അപ്പോൾ ഇത് 450 ഗ്രാമിൻ്റെ സിലിണ്ടറാണ്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ഇതിൻ്റെ ടോപ്പ് സീൽഡ് ആയിരിക്കും. അപ്പം നമ്മൾ ഇതിൽ ഒരു സർവീസ് വാൽവ് പിടിപ്പിക്കണം. ഇതിനെ നമ്മൾ പിയേഴ്സിങ് വാൽവ് എന്ന് പറയും. ഇതിനെ നമ്മൾ ഗേജ് മാനിഫോൾഡ് എന്ന് പറയും. നമ്മൾ കാർ എ സിയിലേക്ക് ഗ്യാസ് ചാർജ് ചെയ്യുന്ന സമയത്ത് പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗേജ് മാനിഫോൾഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്രഷർ ഗേജിനെ നമ്മൾ കോമ്പൗണ്ട് പ്രഷർ ഗേജ് എന്ന് പറയും. ഇതിൽ 0 എന്ന് കാണിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. 0ക്ക് താഴേക്കുള്ള വാക്വം പ്രഷറാണ്. 0ക്ക് മുകളിലോട്ടുള്ള പ്രഷറാണ് നമ്മളിതിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 0, 10, 20 അങ്ങനെ 250 വരെ റീഡിങ് കൊടുത്തിട്ടുണ്ട്. ഇത് പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച് എന്ന് പറയുന്ന യൂണിറ്റാണ്. അതിനെ PSI എന്ന് പറയും. അപ്പോൾ ഗ്യാസ് ചാർജ് ചെയ്യുന്ന സമയത്ത് R134A ഗ്യാസ് സിലിണ്ടർ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ഏകദേശം ഒരു 40 PSI ആണ് നമ്മൾ സെറ്റ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഹോസ് ഉണ്ട്, ഈ റെഡ് ഹോസ്. അപ്പോൾ ഈ റെഡ് ഹോസ് നമ്മൾ കാർ എ സിയുടെ എന്ന് പറയുന്ന വാൽവിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ സർവീസ് കപ്ലർ എന്ന് പറയുന്ന ഈ അഡാപ്റ്റർ നമ്മളിതിൽ കണക്ട് ചെയ്യണം. ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ കാണുന്ന യെല്ലോ ഹോസ് നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്യുക. ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ വാൽവ് നമ്മൾ കാർ എ സിയുടെ എന്ന് പറയുന്ന വാൽവിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്.
പിന്നെ ഈ വാൽവ് ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും വേണ്ടിയിട്ട് ഇവിടെ 2 നോബ് ഉണ്ടായിരുന്നു. നോബ് ഒടിഞ്ഞു പോയതുകൊണ്ട് ഒരു സാധാരണ പൈപ്പിൻ്റെ ഒരു അടപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗേജ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇത് ഹൈ പ്രഷർ ഗേജാണ്. കോമ്പൗണ്ട് പ്രഷർ ഗേജ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതാണ് നമ്മൾ ഓപ്പൺ ആക്കിയും ക്ലോസ് ആക്കിയും ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും, ക്ലോക്ക് വൈസ് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ സർവീസ് കപ്ലിങ് അഡാപ്റ്ററും ഈ ഗേജ് മാനിഫോൾഡും കാർ എസിയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഈ L എന്ന് പറയുന്ന വാൽവ് തുറക്കാം. അപ്പോൾ ഇതൊരു പിൻ വാൽവാണ്. നമ്മൾ ടയറിലൊക്കെ കാറ്റ് നിറയ്ക്കുമ്പോൾ അതിൽ കാണുന്ന വാൽവ് പോലത്തെ ഒരു വാൽവാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഈ സർവീസ് അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കാണിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് 70, ഏകദേശം ഒരു 75 PSI ആണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ കാർ AC ഓൺ ചെയ്തിട്ട് ഈ പ്രഷർ കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്ത് സിസ്റ്റത്തിനുള്ളിലേക്ക് ഗ്യാസ് ചാർജ് ചെയ്യുക. ഫുള്ളായിട്ട് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഫാനും കംപ്രസറും ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ വാൽവ് തുറന്നിട്ട് ഗ്യാസ് ഇതിനുള്ളിലേക്ക് നമുക്ക് ഗ്യാസ് ചാർജ് ചെയ്യും. അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് 40 PSI പ്രഷറിലാണ് എത്തിക്കുന്നത്. ഇതിൽ നമ്മൾ പ്രഷർ അഡ്ജസ്റ്റ് 40 PSI പ്രഷറിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കംപ്രസർ വർക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്നുള്ള റെസിഡൻറ്റ് ലിക്വിഡ് അത് ഗ്യാസായിട്ട് മാറി അത് സിസ്റ്റത്തിനുള്ളിലേക്ക് ചാർജ് ആകും. അപ്പോൾ അത് ചാർജ് ആകുന്ന സമയത്ത് നമുക്ക് ഈ സിലിണ്ടർ തൊട്ട് നോക്കി അറിയാൻ പറ്റും. സിലിണ്ടർ നല്ലോണം തണുക്കാൻ തുടങ്ങും. അപ്പോൾ ഇപ്പം നമ്മൾ കാറിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല ഒരു കൂളിംഗ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ലീക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഈ സിസ്റ്റത്തിൻ്റെ എവിടെയാണ് ലീക്കെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ തുറന്ന് കഴിഞ്ഞപ്പോൾ കാണിച്ച ഭാഗങ്ങളിൽ ചിലപ്പം എവിടെയെങ്കിലും ഓയിൽ പടർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ ഓയിൽ പടർന്ന് കിടപ്പുണ്ട്, അതിനർത്ഥം അവിടെ ലീക്ക് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ ഇപ്പോൾ പ്രഷർ കാണിക്കുന്നത് 35 PSI പ്രഷറാണ് കാണിക്കുന്നത്. പക്ഷേ ശരിയായിട്ട് ഫുള്ളായിട്ട് ഗ്യാസ് ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അത് സിലിണ്ടർ ക്ലോസ് ചെയ്തിരിക്കുന്ന അവസ്ഥ വരെ 40 PSI പ്രഷർ കാണിക്കണം. എങ്കിൽ മാത്രമേ സിസ്റ്റത്തിന് മതിയായിട്ടുള്ള കൂളിംഗ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പം കാർ AC ഗ്യാസ് ചാർജിങ് ഏകദേശം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പൂർത്തിയാക്കിയതിന് ശേഷം ഇത് ക്ലോക്ക് വൈസ് വലത്തോട്ട് തിരിച്ചിട്ട് ഇത് ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഗേജും നമ്മൾ വലത്തോട്ട് തിരിച്ചിട്ട് ഇതും ഓഫ് ചെയ്യുക. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് ആ അഡാപ്റ്റർ ഊരിയെടുക്കാൻ. അപ്പോൾ ഊരിയെടുക്കുന്ന സമയത്ത് സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഗ്യാസ് ഒരല്പം പുറത്ത് വരും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളത് ഊരിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഗ്യാസ് സിലിണ്ടറെ കണക്ട് ചെയ്യുന്ന അഡാപ്റ്ററിന് വർക്കിംഗ് ഏകദേശം ഒരുപോലെയാണ്. അടിഭാഗം കുറച്ച് പ്രസ് ചെയ്തിട്ട് അതിങ്ങനെ ഊരിയെടുത്താൽ മതി. അപ്പോൾ കാർ AC കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വേറെ മാർഗ്ഗമുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ലൈനിൽ കൂടെ താഴോട്ട് വെള്ളം പോകുന്ന കാണാം. അപ്പോൾ ഈ വെള്ളം വരുന്നത് ഇവാപ്പറേറ്റർ കൂളിംഗ് കോയിലിൽ നിന്നാണ്. അപ്പോൾ കൂളിംഗ് കോയിൽ അത്യാവശ്യം നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ അവിടെ എയർ കയറി അതിനകത്തുള്ള ഈർപ്പം കണ്ടൻസ് ചെയ്തിട്ടുണ്ടാകുന്ന വെള്ളമാണ് ഈ താഴെ കൂടെ പോകുന്നത്. അപ്പോൾ കൂളിംഗ് വളരെ കുറവാണെങ്കിൽ ഈ വെള്ളം അങ്ങനെ പോകത്തില്ല. വെള്ളം നല്ലപോലെ പോകുന്നുണ്ട്, അതിൻ്റെ അർത്ഥം അത്യാവശ്യം നല്ലപോലെ കൂളിംഗ് ഉണ്ടെന്ന് എന്നാണ് അർത്ഥം.